എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗുരുപൂർണിമയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുരുപൂർണിമയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം നമ്മൾ സംസാരിക്കുന്നതും ഗുരുപൂർണിമയെക്കുറിച്ച് തന്നെയാണ്. നോക്കൂ, ഭാരതീയ സങ്കല്പത്തിൽ തന്നെ ഗുരു എന്നുള്ള ഒരു പാരമ്പര്യത്തിന് എത്ര മഹത്തരമായിട്ടുള്ള സ്ഥാനമാണ് നമ്മൾ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. മാതാവ് പിതാവിനെ കാണിച്ചു തരുന്നു, പിതാവ് ഗുരുവിനെ കാണിച്ചു തരുന്നു, ഗുരുവാണ് ഒരുത്തന് ഈശ്വരനെ കാണിച്ചു കൊടുക്കുന്നത്, ദൈവത്തിങ്കലേക്ക് അവനെ അടുപ്പിക്കുന്നത്. അപ്പം ഈശ്വര സാക്ഷാത്കാരം കിട്ടണം എന്നുണ്ടെങ്കിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും സാന്നിധ്യം മാത്രം പോരാ, അതിൽ ഗുരുവിൻ്റെ സാന്നിധ്യത്തിന് അത്രയധികം പ്രാധാന്യമാണുള്ളത്. അത്തരത്തിൽ ഈ ഭാരതത്തിൻ്റെ മുഴുവൻ ഗുരുപരമ്പരയുടെ ഏറ്റവും മുകളിലെ ശ്രേണിയിൽ വർത്തിക്കുന്ന ആ സാക്ഷാൽ വേദവ്യാസ മഹർഷിയുടെ തിരുവവതാരം ഉണ്ടായത് ഇന്നേ ദിവസമാണ് എന്നാണ് വിശ്വാസം. ആ വേദവ്യാസ മഹർഷിയുടെ അനുഗ്രഹം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഭാരതത്തിന് ഇത്ര കണ്ട് അഭിമാനിക്കാവുന്ന ഒരു സനാതന ഗ്രന്ഥ പാരമ്പര്യം ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, വേദങ്ങൾ തൊട്ട് ഉപനിഷത്തുകൾ തൊട്ട് പുരാണങ്ങൾ തൊട്ട് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പില്ലാത്തൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുക? അങ്ങനെയുള്ള വേദവ്യാസ മഹർഷിയുടെ ഒരു സാന്നിധ്യം ഈ ഭാരതഭൂമിയിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് 18 പുരാണങ്ങൾ ലഭിച്ചത്. ഒന്നായി കിടന്നിരുന്ന വേദത്തെ, വേദം എന്നുള്ള ശബ്ദത്തിന് യഥാർത്ഥത്തിലുള്ള അർത്ഥം അറിവ് എന്നാണ്. ആ അറിവ് എപ്പോഴും വികേന്ദ്രീകൃതമാവണം, അത് വിഭജിക്കപ്പെടണം. എന്നാൽ മാത്രമേ അതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് സാധിക്കുകയുള്ളൂ. അതിന് സാക്ഷാൽ ഭഗവാൻ നാരായണൻ തന്നെയാണത്രേ ഈ ദ്വാപര യുഗത്തിൽ വേദവ്യാസ മഹർഷിയായിട്ട് ജനിച്ചത്. അതുകൊണ്ട് നമ്മളെപ്പോഴും സഹസ്രനാമമൊക്കെ ചൊല്ലുമ്പോൾ പറയാറുണ്ടല്ലോ, വ്യാസായ വിഷ്ണു രൂപായ വ്യാസരൂപായ വിഷ്ണവേ എന്നാണ്. വ്യാസൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് വ്യാസൻ എന്നാണ്. അപ്പം അങ്ങനെയുള്ള ആ വ്യാസമഹർഷിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര കണ്ടൊരു മഹത്തായിട്ടുള്ള സനാതന ഗ്രന്ഥ പാരമ്പര്യം ഉള്ളത്. അത് ഭാഗവതമായിക്കോട്ടെ, മഹാഭാരതം ആയിക്കോട്ടെ, സ്കന്ദപുരാണം ആയിക്കോട്ടെ, ഗരുഡപുരാണം ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ ഏതൊരു പുരാണം എടുത്താലും ഇനി ആ പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്ന വേദതത്വമായിട്ടുള്ള വേദത്തെ നാലാക്കി വ്യസിച്ചത് കൊണ്ട് അദ്ദേഹം വ്യാസനായി എന്നാണ്. കൃഷ്ണദ്വൈപായനൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. ഒന്നായി നിന്നിരുന്നൊരു അറിവിനെ 4 വിഭാഗങ്ങളാക്കി, ഋക്ക്, സാമം, യജുർ, അഥർവം, ഇങ്ങനെ 4 വിഭാഗങ്ങളിലാക്കി ഓരോന്നിനും കൃത്യമായിട്ടുള്ള അളവുകൾ നൽകി, പ്രാധാന്യം നൽകി, തൻ്റെ ശിഷ്യന്മാർക്ക് അത് ഉപദേശിച്ചു കൊടുത്ത് ഇത് ഭാരതം മുഴുവൻ പ്രചരിപ്പിക്കുക എന്ന് നിർദ്ദേശം കൊടുത്തു. ഇന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള അറിവാണ് ഭാരതത്തിൻ്റെ വേദസമ്പത്തായിട്ട് നിലനിൽക്കുന്നത്. അപ്പം അദ്ദേഹത്തെ പോലൊരു മഹാത്മാവിൻ്റെ ഈ തിരുവവതാരം ഉണ്ടായിട്ടുള്ള ഈ ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരെയും, അത് ഏറ്റവും ചെറിയ ശ്രേണി തൊട്ടിട്ട് ഇന്ന് നമ്മൾ ആധ്യാത്മികമായിട്ടുള്ളൊരു പാതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ പരമഗുരുവായിട്ട് നമ്മൾ കാണുന്ന ഗുരുവിൽ പോലും സാക്ഷാൽ വേദവ്യാസ മഹർഷിയെ കണ്ട് അവരെയൊക്കെ നമസ്കരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കാരണം ഗുരുവിനെ സേവിക്കുക എന്നുള്ളത് ഈശ്വരനെ സേവിക്കുന്നതിനേക്കാൾ മഹത്തരമാണെന്നാണ് പറയുക. സാക്ഷാൽ ഭഗവാൻ നാരായണൻ കൃഷ്ണാവതാരം എടുത്ത് ഭൂമിയിൽ താമസിച്ച സമയത്ത് സാന്ദീപനി മഹർഷി എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ അടുത്താണ് ഭഗവാൻ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി പോയത്. 64 ദിവസം കൊണ്ട് ഭഗവാൻ 64 വിദ്യകളും അഭ്യസിച്ചു എന്നാണ്. അത് കഴിഞ്ഞ് സാക്ഷാൽ കൃഷ്ണൻ പോലും സാന്ദീപനി മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് ഞാൻ എന്താണ് ഗുരുദക്ഷിണയായിട്ട് തരേണ്ടതെന്ന്. അദ്ദേഹത്തിന് ഭഗവാൻ കൊടുത്ത ഗുരുദക്ഷിണ അദ്ദേഹത്തിന് മരിച്ചുപോയ മകനെ ഭഗവാൻ വീണ്ടും എടുത്തു കൊടുത്തു എന്നാണ്. അത്രയധികം സ്നേഹമായിരുന്നു ഗുരുക്കന്മാരോട്. ഇതാണ് ഭഗവാൻ പോലും കാണിച്ചു തരുന്നത്. എപ്പോഴും നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരോട് ഒരു ആദരവ് കാണിക്കുക. പ്രത്യേകിച്ച് കേരളത്തിൻ്റെയൊക്കെ സമ്പ്രദായത്തിൽ ആധ്യാത്മികമായിട്ടുള്ള ചിന്തയിൽ തിരിയുന്ന ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക, വൃശ്ചിക മാസത്ത് ഭഗവാൻ സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിനെ നമ്മൾ കാണാൻ പോകുമ്പോൾ അവിടെ പോലും ഒരു ഗുരുസ്വാമിയുടെ സാന്നിധ്യം കൂടിയേ തീരൂ ഭഗവാനെ കാണാൻ. അപ്പോൾ നമ്മുടെ ഈശ്വരന്മാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഗുരുവിനെ ബഹുമാനിക്കാനാണ്, ഗുരുവിനെ ആദരിക്കാനാണ്. ഇനി ജ്യോതിഷ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഗുരുവിനെ ആദരിക്കുന്ന ഒരാൾക്ക് മാത്രമാണത്രേ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ കടാക്ഷം കൂടുതലായിട്ടുണ്ടാവുള്ളൂ. കാരണം വ്യാഴത്തിൽ ചിന്തിക്കുക ബൃഹസ്പതി ആയിട്ടുള്ള ദേവഗുരുവിനെയാണ്, ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ കടാക്ഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ഗുരുക്കന്മാരെയൊക്കെ നന്നായിട്ട് ബഹുമാനിച്ചിട്ടുണ്ടാവണം. എപ്പോഴും കാരണവന്മാരൊക്കെ പറയുന്ന പ്രസിദ്ധമായുള്ളൊരു വാക്കുണ്ടല്ലോ, ഗുരുത്വം എന്ന് പറയുന്ന ആ വാക്ക്, അതിന് വലിയ മാനങ്ങളാണുള്ളത്. അത് നമുക്ക് ഉണ്ടാവണം.
അതിന് പ്രായഭേദമില്ല. ഇനിയിപ്പോൾ അങ്ങനെയും കരുതണ്ട. ഏറ്റവും ചെറിയ കുട്ടിയും നമുക്ക് ഗുരുവാണ്, ഏറ്റവും മുതിർന്ന ആളും നമുക്ക് ഗുരുവാണ്. നമുക്ക് വിദ്യ പറഞ്ഞു തന്നിട്ടുള്ളത് ആരോ, അവരുടെ പ്രായമോ കുലമോ ഒന്നും തന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവരിൽ ഈശ്വരനെ കാണുക, നമസ്കരിക്കുക. എങ്ങനെയാണോ സാക്ഷാൽ ശങ്കര ഭഗവത്പാദർ ഒരു സാധാരണ ചണ്ഡാളൻ്റെ വേഷത്തിൽ വന്ന് തനിക്ക് വേദം പറഞ്ഞു കൊടുത്ത സാക്ഷാൽ മഹാദേവനെ നമസ്കരിച്ചത്, അതുപോലെ നമുക്ക് ആരാണോ അറിവ് പറഞ്ഞു തരുന്നത് അവരെ നമസ്കരിച്ച് ഈ ഗുരു പൂർണിമ വിശേഷമായിട്ട് ആചരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഇന്ന് പഠനത്തിൽ പലതരത്തിൽ മുന്നേറുമ്പോൾ അവർക്കൊന്നും തന്നെ നേരത്തെ സൂചിപ്പിച്ച ആ ഗുരുത്വം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്. പഠിക്കാനുള്ള ശേഷിയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരു ഗുരുവിൻ്റെ കൃപാകടാക്ഷത്തോടു കൂടി ആ വിദ്യ അഭ്യസിക്കുമ്പോൾ മാത്രമേ ആ വിദ്യയ്ക്ക് ശ്രേയസ്കരമായിട്ടുള്ള നിലനിൽപ്പുണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഗുരുക്കന്മാരെയും, അതിൽ തന്നെ ഏറ്റവും വിശേഷപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന ആ വേദവ്യാസ മഹർഷിയെയും സകല ലോകങ്ങളുടെയും ഗുരുനാഥനായിട്ടുള്ള സാക്ഷാൽ മഹാദേവനെയും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ ഗുരുപൂർണിമയുടെ പുണ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.